ഏപ്രിൽ 7 വിശുദ്ധ ജോൺ ബാപ്റ്റിസ്റ്റ് ദ ലാസൽ. ജനനം 1651 ഏപ്രിൽ 30. മരണം 1719 ഏപ്രിൽ 7 ദുഃഖവെള്ളിയാഴ്ച. ഫ്രാൻസിൽ സമ്പന്നമായ ഒരു കുലീന കുടുംബത്തിൽ ജോൺ ജനിച്ചു. സുമുഖനായിരുന്ന ജോൺ 11-ാമത്തെ വയസ്സിൽ സെമിനാരിയിൽ പ്രവേശിച്ചു. 27-ാമത്തെ വയസ്സിൽ പുരോഹിതനായി. വൈദിക ലോകത്ത് ഒരു ഉയർന്ന സ്ഥാനം ന്യായമായി ജോണിന് പ്രതീക്ഷിക്കാമായിരുന്നുവെങ്കിലും അദ്ദേഹം റൂവനിൽ ദരിദ്ര ബാലന്മാർക്ക് വേണ്ടി സ്കൂൾ നടത്താനാണ് തീരുമാനമെടുത്തത്. ആദ്യം അധ്യാപക ജോലി വിരസമായി തോന്നിയെങ്കിലും ക്രമേണ പൂർണ്ണ ഹൃദയവും വിദ്യാഭ്യാസത്തിന് സമർപ്പിക്കുവാൻ തുടങ്ങി. റീംസിലെ കാനൻ സ്ഥാനവും കുടുംബ ബന്ധങ്ങളും ഉപേക്ഷിച്ച് സ്കൂൾ പ്രവർത്തനത്തിൽ പൂർണ്ണമായി മുഴുകി. അതിന് സഹായകമായി ക്രിസ്തീയ സഹോദരന്മാർ എന്ന സന്യാസ സഭ അദ്ദേഹം സ്ഥാപിച്ചു. ഈ സഭ അതിവേഗം വളർന്നു. കുട്ടികളെ പഠിപ്പിക്കാനും അധ്യാപകർക്ക് ശിക്ഷണം നൽകുവാനും പുതിയ പദ്ധതികൾ അദ്ദേഹം വിജയപൂർവ്വം ആരംഭിച്ചു. തന്നിമിത്തം മറ്റ് സ്കൂളുകൾ അസൂയാലുക്കളായി. ജാൻസനിസ്റ്റ് പാഷണ്ടികൾ അദ്ദേഹത്തെ എതിർത്തുവെങ്കിലും എല്ലാ പ്രവർത്തനങ്ങളും വിജയം ചൂടി. ശ്വാസകോശ രോഗബാധിതനായി 69-ാമത്തെ വയസ്സിൽ 1719 ഏപ്രിൽ 7 ദുഃഖവെള്ളിയാഴ്ച അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു. 1900 ആണ്ടിൽ അദ്ദേഹം വിശുദ്ധനെന്ന് നാമകരണം ചെയ്യപ്പെട്ടു. 1950 12-ാം പിയൂസ് മാർപ്പാപ്പ അദ്ദേഹത്തെ സ്കൂൾ അധ്യാപകരുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചു. വചനം എസെക്കിയേൽ 20-ാം അധ്യായം 20-ാം വാക്യം. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് എന്ന് നിങ്ങൾ ഗ്രഹിക്കുവാൻ വേണ്ടി നിങ്ങൾക്കും എനിക്കുമിടയിൽ ഒരു അടയാളമായി എൻ്റെ സാബത്തുകൾ നിങ്ങൾ വിശുദ്ധമായി ആചരിക്കുക. വിചിന്തനം. യുവജനങ്ങൾക്ക് ശിക്ഷണം നൽകുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി എന്തുണ്ട്? യുവജന മനസ്സിന് നല്ല രൂപം കൊടുക്കുവാൻ കഴിയുന്നവരെ സർവ്വചിത്രകാരന്മാരെക്കാളും ശില്പികളെക്കാളും സദൃശ്യരായ എല്ലാവരെയും ശ്രേഷ്ഠരായി ഞാൻ കരുതുന്നു. വിശുദ്ധ ക്രിസ്തോസ്തം. കാണാതെ പോയ ആടിനെ കണ്ടെത്തുവോളം തേടിപ്പോയ നല്ലിടയൻ്റെ മാതൃക നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കട്ടെ. പ്രിയമുള്ള അധ്യാപകരെ, വേദപാഠ അധ്യാപകരെ, വിശുദ്ധ ജോൺ ബാപ്റ്റിസ്റ്റ് ദ ലാസലിൻ്റെ സ്വർഗീയ മധ്യസ്ഥത്താൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അവരെ വീണ്ടെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക.